ഇന്ന് എനിക്കുള്ള തിരക്ക് പോലെയാണ് അന്ന് പെരുന്തച്ഛനും. പണിയാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും. നമുക്കിട്ട് പണിയാൻ വേണ്ടിയല്ല ആൾക്കാർ വന്ന് നിൽക്കുന്നത്. നമ്മൾ തച്ചന്മാരാണ്. ശരിയാ, തച്ചിന് പണിയാൻ അവരാ. തച്ചിന് പണിയാൻ ആൾക്കാരല്ല. നമ്മൾ ഒന്നെങ്കിൽ വർക്ക് തേടി വരും, ഇല്ലെങ്കിൽ വർക്ക് തേടി നമ്മൾ പോകും. രണ്ടാമത് പറഞ്ഞ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. നീ എന്റെ കൂടെ നടക്ക്, പണി പഠിക്കണോ? തച്ചന്മാരുടെ വില കളയരുത്. നല്ല തടിയാ. ഇതിലും വലിയ തടി ആശാന്റെ അവക്ക് എത്രയില്ല, ഇതിനേക്കാൾ ഇച്ചിരി കുറവാണ്. മാത്രമല്ല ഇതിന് നല്ല കാതലുണ്ട്. ആശാന്റെ ഭാര്യയുടെ കാതിലുണ്ടായിരുന്നു, പക്ഷെ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കല്ലേ. ഇവിടെ പട്ടിണി വന്നാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ. ആശാനെ, എന്റെ വീട്ടിൽ ഒന്ന് കട്ടില് പണിത് കൊടുത്തായിരുന്ന. 1.5 മാസം പിടിച്ചാ കട്ടില് പണിയാൻ. അത് വട്ടം ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. കേറി കിടന്നു കാണും. പിന്നെ കട്ടില് കിടക്കാനുള്ളതല്ലേ? നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന്. കട്ടിലിൽ നോക്കിയിരിക്കുക, അപ്പൊ ഒരു ക്ഷീണം വരും, അല്ലെങ്കിൽ ഉറക്കം വരും. അപ്പൊ മാറി നമ്മൾ താഴ്ത്ത് കിടക്കുക. അപ്പൊ ചാരി കസേര വട്ടം ഒടിഞ്ഞു പോയതാ? കയറി ഇരുന്ന് കാണും. ചാരി കസേര പിന്നെ ഇരിക്കാനുള്ളതല്ലേ ആശാനെ? ചാരി അവിടെ കസേര വെച്ചോളാം, നമ്മൾ താഴെ എവിടെയെങ്കിലും ഇരുന്നോളാം. പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനാ? അതുമല്ല, അന്ന് ആ കട്ടില് പണിയാ 1.5 മാസം പിടിച്ചു. ചിന്തേരി പിടിച്ചില്ല. ചിന്തേരി പിടിക്കാത്തല്ല, പണി പഠിച്ചില്ല. എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി. നമ്മൾ ഉദ്ദേശിച്ച അത്ര സാധനവും കിട്ടിയില്ല. അല്ല, നമ്മളിതിപ്പോ എങ്ങോട്ടാ പോണത്? നമ്മൾ എവിടെന്നാ വന്നത് അതറിയും. പോണ കാര്യം അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ പോകുന്നു. ആ സുഖുവിന്റെ വീട് വരെ ഒന്ന് പോണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ, ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയെന്ന് കേട്ടല്ലോ. എലിപ്പെട്ടി പണി. അതിനെന്തിനാ 5-6 ദിവസം എന്തിനാ? എലിപ്പെട്ടി പണിതതിന് ശേഷം എലി വീണണ്ടായില്ലെന്ന് അറിയണം. എന്നിട്ട് എലി വീണ 6-7 രാത്രിയും പകലുമാണ് കട്ടിനടി ഇരുന്നേച്ചത്. എലി കേറണ്ടായില്ലേ എന്നറിയാൻ. എലിയും വീണില്ല, അവളും വീണില്ല. അവളാ? എലികളുടെ ഇടയിൽ ഉണ്ടല്ലോ ആണും പെണ്ണും. നമ്മുടെ തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ മരം, കാതലി, ഈ അളവ് പോലും. ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാൽ തന്നെ നീ ഒന്ന് എടുത്തേക്കണം. 3 അടിക്ക് പറയാൻ പറഞ്ഞിട്ട് 1 അടി കുറച്ചാണ് അവൻ പണിതേക്കണം. അത് നാട്ടുകാരെ കിട്ടിക്കോളൂ. എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ മതി. നീ എന്റെ അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട? ഇല്ല. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു മരസ്നേഹിയായി. പഞ്ചായത്തിൽ നിന്ന് 2 മരം കിട്ടി. അച്ഛൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരളവ് പോലും വ്യത്യാസത്തിൽ ഇവിടെ വെച്ച് ഒരെണ്ണം ഇവിടെ വെച്ച്. ഇതിന് വള്ളം, ഇതിന് വെള്ളം, ഇതിന് വെള്ളം, ഇതിന് വളം, ഇതിന് വളം, ഇതിന് വെള്ളം, തഴച്ചങ്ങ് വളർന്നു. ഒരു തിരുവാതിരക്ക് ഊഞ്ഞാലി കെട്ടി അമ്മനെ ഇരുത്തി ഒന്ന് ആട്ടിയതാണ്. ഒറ്റാട്ട് അമ്മ നേരെ പൊട്ടക്കണക്കിൽ. അതോടുകൂടി അമ്മയുടെ വീട്ടുകാർ ഒന്ന് അച്ഛനാണ്. ഊഞ്ഞാലിലല്ല, വീട്ടിൽ നിന്ന്. അതോടുകൂടി 2 പേരും പോയി. അച്ഛനും ഇല്ല, അമ്മയില്ല. പക്ഷെ അച്ഛനും അമ്മയില്ലാത്ത ആളാന്ന് പറയില്ല ആശാനെ. പക്ഷെ നാട്ടുകാരിടക്ക് തന്തക്കും നടക്കും വിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വരും, എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലു. നമുക്ക് അസുഖന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്താണ്? അവനൊരു ഏണി പണിയണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ആശാൻ അങ്ങോട്ട് ചെന്നാ മതി. ഏണിയായിട്ട് വായ്പ ചോദിക്കണമെന്നില്ല. ഞാൻ ഉണ്ടാവില്ല വായ്പ തന്നപ്പോഴേ പറഞ്ഞാൽ തരില്ല. വായ്പ അല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്റെ കൂടെ വാ. സുഖേ, മുത്താശാരി വന്ന സുഖം. ഇവിടെ ആരോ വന്ന് പണിതിട്ട് പണി പകുതി കിട്ടുപോയ പോലെ തോന്നുന്നുണ്ട്. പണി അറിയാവുന്ന ആരോ ആണ്. ഏണി പണിയാണെന്ന് പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പട്ടല്ലേടാ. അത് ആശാന് ഏണി പണിത് ശീലമില്ലല്ലോ. ഇത് നോക്കി പണിയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോ കണ്ടു പണിയാൻ വേണ്ടിട്ടായിരിക്കും. അത് തന്നെ. എത്ര നാളായി എന്റെ മൂത്താശാരി. വല്ല ഒഴിവ് വേണ. രാവിലെ പോകും വൈകുന്നേരം വരും, രാവിലെ പോകും വൈകുന്നേരം വരും. ഞാൻ വീട്ടിൽ തിരക്കിട്ട് ഭാര്യ പറഞ്ഞ ആശാന് പോലീസ് സ്റ്റേഷനിലോ എന്ത് പോലീസുകാരോ കേസോ? കേസും കുട്ടിച്ചടൊന്നും അല്ല. നമ്മുടെ പോലീസ് സ്റ്റേഷനിലടാ ബാബു. പോലീസ് സ്റ്റേഷനിൽ SIക്ക് ഒരു ഇരിക്കട്ട വേണോന്നും പറഞ്ഞ്. ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ടൂല. ഇത് എങ്ങനെ പണിയണമെന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല. പണിയാൻ വേണ്ടിയായിരുന്ന. അപ്പൊ അവര് വിളിച്ചപ്പോ ഞാനത്ര മൈൻഡ് ചെയ്തില്ല. പോലീസല്ലേ, നമുക്ക് ഇത് നമ്മൾ എത്ര പേരെ കാണുന്നു. ഇവര് 2 തവണ വിളിച്ചു, 3 തവണ ആളെ വിട്ട്. ഇപ്പോഴൊക്കെ ഞാൻ മുങ്ങി കിടക്കണേലും SI ഇത് അറിഞ്ഞില്ല. SIക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. SI വണ്ടിയായിട്ടൊക്കെ കൊണ്ടുവന്നു. യു ആർ അണ്ടർ അറസ്റ്റ്, കേരള അറസ്റ്റിലാകത്തെന്ന് പറഞ്ഞു. ഞാനായതുകൊണ്ടാണ് അത്രയും പറഞ്ഞു കേട്ടോ. നേരെ അവിടെ ചെന്ന് 2 ദിവസം അതിൻ്റെ അകത്തായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. ഈ ചോക്കണ എന്തിനാണ്? കൊണ്ടത് ഞാനല്ലേ. അല്ല, കൊണ്ടത് ഇത് ഞാനല്ലേ കണ്ടത്. ഇടിക്കട്ട. ഈ ശിഷ്യനാണല്ലേ? ഇതെന്റെ ശിഷ്യൻ. പണി വല്ലതും അറിയാവാ? പഠിച്ചു. പിന്നെ മുമ്പോട്ട് തള്ളാനും പുറകോട്ട് വലിക്കാനും അറിയാം. മുമ്പോട്ട് തള്ളാനും പുറകോട്ട് വലിക്കാനും ചിന്തേരിടാൻ അറിയാം. ഓ, അപ്പൊ ആശാന്റെ മേലോട്ടത്തിൽ വേണം ഇവിടുത്തെ പണിയൊക്കെ. ആശാൻ അങ്ങനെ പറയൊന്നും വേണ്ടട്ടാ. ആശാന്റെ കൂട്ടത്തിൽ ഞാൻ പണി പഠിക്കുകയും ചെയ്യും, പുറത്തു പോയി പണിയും ചെയ്യും. എന്റെ ഭാഗ്യം. എനിക്കിട്ട് പണിയണമെന്നൊന്നും നിനക്ക് തോന്നിയില്ലല്ലോ. അതെ, മൂത്താശാരിനെ വിളിപ്പിച്ചതിന്റെ കാര്യമെന്ന് പറഞ്ഞ ഒരു കോഴിക്കോട് പണിയണം നമുക്ക്. കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഞാൻ ദൂരേക്കുള്ള യാത്രക്ക് പോകുന്നില്ല. എന്റെ മൂത്താശാരി കോഴിക്കോട് പോയി പണിയാനല്ല, ഒരു കോഴിക്കോട് പണിയണം. കോഴിക്കോട്? പക്ഷെ പണിയുമ്പോ സെറ്റപ്പിൽ പണിയണേ ബാബു. കോഴിക്കോട് പണിയണോ? അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി, രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം, എന്തോരം വീതി, എന്തോരം നീളം, എത്ര കോഴി ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരു ഡോർ വേണം. ഫ്രണ്ടിൽ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാൻ ഒരു ഡോർ വേണം. പിന്നെ ഇങ്ങനെയുള്ള അതിന്റെ ആകൃതി ഇങ്ങനെ. അത് അങ്ങനെയും പണിയാ, അത് ഇങ്ങനെയും പണിയാ. അപ്പൊ എങ്ങനെ വേണേലും 10 വർഷം ബാക്കി ഡോർ വേണം. ബാക്കിൽ ഡോർ, പിന്നെ സൈഡിൽ ജനൽ വേണം.
പിന്നെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല രീതിയിൽ വളർത്തിക്കോട്ടെ. അകത്ത് സെറ്റപ്പാ. സെറ്റപ്പ് അല്ല, അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ. ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം. ഓക്കെ, മനസ്സിലായ നിനക്ക്? അങ്ങനെ മനസ്സിലായ? ഇല്ല. കോഴിക്കൂട് പണിയണം എന്നുള്ള വ്യാജേന ഇവൻ എന്നെ കൊണ്ട് വീട് പണിയിപ്പിക്കാൻ നോക്കുക. അല്ല അത് പിന്നെ എടാ, പട്ടിക്കൂട് പണിയണം എന്നുള്ള പേരിലല്ലേ നീ ഈ വീട് എന്നെ കൊണ്ട് പണിയിപ്പിച്ചത്. ഇനിയെങ്കിലും നിർത്തി ഈ പെറുക്കി തരാം. അല്ല, ചെറിയ ബഡ്ജറ്റ് ഉള്ള ആശാൻ, അതുകൊണ്ടാ. എന്തായാലും 1-1.5 മാസത്തെ പണിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാം. എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. അതുവരെ ഞാൻ വർത്താനം പറഞ്ഞ് കിടക്കുകയും ചെയ്യും. വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരെ 1-1.5 മാസം ഇവിടെ നിൽക്കേണ്ടി വരും. ആചാര്യമാരെ പോലെ സ്ഥിരം വരത്തില്ലെന്ന്. എടാ, അത് ആൾക്കാർ വെറുതെ പറയണേണ്. പക്ഷെ ഈ ആശാരിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയില്ല. മറ്റേ കാര്യം, ആ ചേച്ചി കുളിച്ചോണ്ടിരുന്നപ്പോ ഡോർ തുറന്നു നോക്കിയത്. എടാ, കുളിഞ്ഞു നോക്കിയതാണ് അത്. ഞാൻ പണിത ഡോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല, പോകുന്നില്ല എന്നാ ചേട്ടൻ വന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അകത്ത് കുളിച്ചിട്ട് നിൽക്കും. പിന്നെ ഞാൻ ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിട്ട് പോന്നു. അത് ഇപ്പം പറയണത് അപ്പൊ കല്യാണ വീട്ടില് കട്ടിലടി കിടന്നുവെച്ചാ അത് മനഃപൂർവ്വം കിടന്നതാണ്. കട്ടില് എന്നോട് പണിയണമെന്ന് പറഞ്ഞു. മകന്റെ കല്യാണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണി തീരൂല. അപ്പൊ പറഞ്ഞു കട്ടിൽ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ അടി കിടന്ന് കട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവർ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വന്ന് കട്ടിന് മുകളിൽ കിടക്കുകയും ചെയ്യും. എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അവരെന്ത് വിചാരിക്കും? ഞാൻ പിന്നെ നേരം വെളുക്കുമ്പോൾ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. ഈ പെണ്ണാറ്റ അത് തലയും കുത്തി താഴെ വീണ് അവസാനം ചെറുക്കൻ പറഞ്ഞു ഞാൻ മുൻകാമുകനാണ്, ഞാൻ മനഃപൂർവ്വം ചെന്ന് കട്ടിലടി കിടന്നാണ്, ബന്ധം ഉപേക്ഷിച്ചെന്നാ. ചെറുപ്പം വേറെ പെണ്ണിനെ കെട്ടാൻ അത് ഉപേക്ഷിച്ച് സംഭവം ഉപേക്ഷിച്ച് ഞാൻ അറിഞ്ഞത്. ആകെ ഈ ആശാരിമാരെ കുറിച്ച് ഒരൊറ്റ തെറ്റിദ്ധാരണയുണ്ട്. ആശാരിമാർ എവിടെയെങ്കിലും പണി ഏറ്റു കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ച് പോകൂല, പണിക്ക് പോകൂല. അത് മനഃപൂർവ്വം. ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇവനും തന്നെ ഇപ്പൊ എത്ര വീട്ടിൽ ടൂൾസ് വെച്ചിട്ടുണ്ട്. അതെന്താ ഈ ആശാരിമാർ സ്ഥിരം പണിക്ക് പോകും? നമുക്ക് പണി വരുമ്പോൾ ഇഷ്ടംപോലെ പണി വരും. അപ്പൊ അവിടെ പണിയണം, ഇവിടെ പണിയണം, മറ്റടുത്ത് പണിയണം. ഒരു പണി വിടാനും നമ്മൾ നോക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉളിയും ഒരു കൊട്ടുപടിയും കൂടി എടുത്ത് അവിടെ വെച്ചിട്ട് പറയും അടുത്ത ചൊവ്വാഴ്ച ഞാൻ അങ്ങോട്ട് വന്നേക്കാം, കൈ കളയല്ലേ, നീ പോയാലും എനിക്ക് കുഴപ്പമില്ല, ടൂൾസ് പോകും. അപ്പൊ അവിടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ ആ പണി പോകുകയില്ല, നമ്മളല്ലാതെ വേറെ ആരും ചെയ്യയില്ല. വീട്ടുകാരെ ദ്രോഹിക്കുകയാണ് നമ്മള്. 5-6 വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ വെച്ചത് എവിടെയാണെന്ന് പോലെ അവനും അറിയില്ല, എനിക്കും അറിയില്ല. അതൊക്കെ നമ്മൾ ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ആണല്ലേ? അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. അതവിടെ വെച്ചേക്ക, അതവിടെ ഇട്ട്, അവിടെ ഇട് ശിഷ്യ. എന്നെ കൊണ്ടൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ തന്നെ ആശാന്റെ പുറകെ നടക്കണത്. നമുക്കൊരു കട്ടിൽ പണി. കട്ടില് കുഴപ്പമില്ല. കട്ടിൽ ഏത് മരം വേണം? പഞ്ഞിമരം മതി. പഞ്ഞിമരാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ? എന്തായാലും ആളുടെ തൂക്കം നോക്കി കട്ടിൽ പണിയാൻ പറ്റുള്ളൂ. നോക്കിക്കോ. ഭാര്യ എത്ര കിലോ ഉണ്ട്? ഭാര്യ 60 കിലോ. 60, 50, 110. ഞാൻ 70 കിലോ ഉണ്ട്. ഞാൻ എന്റെ കിലോത്തിന്റെ കാര്യം പറഞ്ഞത്. അത് വേണ്ട. അപ്പൊ 70, 60, 130. ഉണ്ടാവൂല. ഉറപ്പാണോ? പറയാൻ പറ്റില്ല ഇനി. എന്തായാലും ഒരു 200 കിലോത്തിന് കട്ടിലങ്ങ് പണിതേക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അടുത്ത പണി ടൂൾസ് ആണ്. ഇപ്പോഴേ പണി തുടങ്ങല്ലേ. കുറെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാണ് ഈ നാശത്തിന്റെ വിത്ത് എന്റെ കൂടെ കൂടിയെന്നറിയില്ല. അടുത്ത ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ എന്ന് പറയാം. അത് ശരിയാവില്ല മൂത്താച്ചാരി. മൂത്താച്ചാരി സ്ഥിരം പരിപാടിയാണ്. എവിടെയെങ്കിലും ചെല്ലാൻ പിന്നെ ചെല്ലൂല. എത്ര നാള് പുറകെ നടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ഇപ്പൊ 3-4 സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കണേ. അവിടെ ഒന്ന് എത്തി നോക്കിട്ട് തിരിച്ചു. വേണ്ട, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോയാൽ മതി. ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വരും. അയ്യോ, ടൂൾസ് വേണ്ട. അത് പറ്റിക്കലേ ഇരിക്കട്ടെ. അത് വേണ്ട. മെയിൻ പണിയായുധങ്ങളാണ്. ഇത് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ വരുമെന്ന്. മൂത്താച്ചാരി സുഖമാണ് പറയണത്. പണിക്ക് വന്നാൽ പണിതിട്ട് പോയാൽ മതി. സുഖം. ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ. ടൂൾസ് എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ ആശാരിക്ക് പ്രശ്നം? എന്താ? എനിക്ക് അവിടെയൊക്കെ ചെന്നിട്ട് ആ പണി എന്ന് വരാൻ പറ്റുമെന്ന് ഒന്ന് പറയണം. എന്നാ ഒരു കാര്യം ചെയ്യും, ടൂൾസ് എനിക്ക് വേണ്ട. ആശാന്റെ ശിഷ്യൻ ഇവിടെ ഇരിക്കും. അയ്യോ, അവരെ മെയിൻ അല്ല, അത് വേണ്ട. ശിഷ്യ ഈ ടൂൾസ് വെച്ച് എല്ലായിടത്തും പറ്റിക്കണല്ലോ ആശാൻ. ശിഷ്യനാകുമ്പോ എന്തായാലും വരുമല്ലോ. ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ. ആശാൻ തന്നെ ആവശ്യമുള്ള. പിന്നെ എനിക്ക് അവനില്ലാതെ എന്നാ ഇവിടെ മൂത്താശാരി ഇരിക്കും. അത് കുഴപ്പമില്ല. പണിക്ക് പോകണ്ട, ശിഷ്യൻ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വാ. നീ ടൂൾസ് വെച്ചിട്ട് നീ എന്റെ കൂടെ വന്ന് പോകും. നീ അവിടെ ഇടാ. ബാബു അവിടെ അല്ല, ഞാൻ ആശാൻ പോയിട്ട് വാ. വരണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പറ്റിക്കണ പോലെ ഇവിടെ വന്ന് പറ്റിച്ചിട്ട് പോകാന്ന് ആശാൻ ഞാനില്ലാണ്ട് പണിയൊന്നും നടക്കേയില്ല. അതല്ല, ഞാനില്ലാണ്ട് പോകല്ലെന്നല്ല, പണി നടക്കണ്ടേ? ഞാനാണ് ചെയ്യണത് എല്ലായിടത്തും. ആശാനെ ഒരിടത്തും പോകണ്ട, പോയിട്ട് വാ. ശിഷ്യൻ ഇവിടെ ഇരുന്ന് പണി തുടങ്ങും. ഇത് കാര്യം ചെയ്യും പോലെ രാത്രി പോലെ. ഇവിടെ ഞാൻ കാവലുണ്ടാവും. നീ ഇവിടെ ഏതായാലും നിക്ക്, ഞാൻ വരാം. എന്നെ ഇവിടെ നിർത്തിട്ട് പോയ ആശാൻ ഒറ്റക്കല്ല. ടൂൾസ് ഇല്ല ഇവിടെ. പണി പണിക്കോ നീ. ആശാനെ ഞാൻ വരാം. ആശാൻ പോയിട്ട് ഞാൻ പോയിട്ട് വാ. എന്തൊക്കെയാണ് ശിഷ്യനെ മൂർച്ച കളയരുത് കേട്ടാ. മറന്നു പോകില്ലല്ലോ. വരാം, ഞാൻ വരാം. ശിഷ്യനായോണ്ട് ഞാൻ എല്ലായിടത്തും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്നാണ് ഈ മൂത്താശാരിയുടെ വിചാരം. നടക്കൂലത്. എന്നാലും മൂത്താശാരിക്ക് നിന്നോട് ഭയങ്കര സ്നേഹ കേട്ടാ. ഭയങ്കര സ്നേഹമാണ്. നാളെ ഒരു ഇതേപോലെ ഒരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് ഒരു 6 വർഷം കഴിഞ്ഞപ്പോ ഇന്നലെയാണ് അവിടെ തന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നെ.
ഇനി ഇവിടെ നിന്നാണോ അവ വിളിച്ചുകൊണ്ട് പോണത്? അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ചെലവിന് തന്നേ പറ്റൂ.